നോക്കൂ നിങ്ങൾ, പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ ഏതു മതമാണ് പഠിച്ചത് എന്ന് എനിക്കറിയില്ല. പ്രവാചകരുടെ സാന്നിധ്യത്തിൽ വെച്ച് എത്ര സ്വഹാബികളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കീർത്തനങ്ങൾ നമുക്കറിയില്ലേ പദ്യമായി അവർ ഉരുവിട്ടിട്ടുള്ളത്. എത്രയാണ് സ്വലാത്തുകൾ ഇസ്ലാമിക ചരിത്രം എടുത്തു പരതിയാൽ. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സല്ലാ അലൈഹി മുസ്തഫൗനൽ അഖിയാർ. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സ്വലാത്ത് ചൊല്ലിയ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നൂറുകണക്കിന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പദ്യമായി ചൊല്ലിയത് നമുക്ക് കാണാൻ കഴിയും. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സ്വലാത്തുകൾ പദ്യമായി ചൊല്ലിയത് കാണാൻ കഴിയും. എന്നിട്ട് ഇയാൾ ചോദിക്കുകയാണ്, ഇതേതാ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ, നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഓർക്കണം നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു വിശ്വാസികൾ മൗലിദുകളിലൂടെ. അത് പാടില്ല, അതിനെ എതിർക്കുകയാണ് മുജാഹിദുകൾ. എന്നിട്ട് പറയുന്നത് എന്താണ്? മൗലിദ് നടത്താൻ നമുക്കുള്ള തെളിവ് എന്താണത്രേ? ഒരു മുജാഹിദ് മൗലവി ഇവിടെ പ്രസംഗിച്ച മൗലവി പറയുകയാണ്, എന്താ പറയുന്നത് എന്നറിയോ? മൗലിദ് നടത്താൻ ഇവർക്ക് ആകെയുള്ള തെളിവ് ഇതാണ്. എന്ത്? എല്ലാവരും അവരവരുടെ നേതാക്കളുടെ ജയന്തി ആഘോഷിക്കുന്നു, അതുകൊണ്ട് നമ്മളും നമ്മുടെ നേതാക്കളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ ജയന്തി ആഘോഷിക്കേണ്ടതല്ലേ? ഇതാണിപ്പോ നമ്മുടെ തെളിവ്. നമ്മുടെ തെളിവ് മൂപ്പരാ പറയുന്നത്. കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയട്ടെ. അതിനാണ് നിങ്ങൾ ഒടിഞ്ഞു നിൽക്കുന്നത്. കൊടി തോരണങ്ങൾ കെട്ടി വീടുകൾ അലങ്കരിച്ച് പള്ളിക്ക് പെയിന്റ് അടിച്ച് അല്ലേ? എന്നിട്ട് പറഞ്ഞെന്താ? എല്ലാ നേതാക്കന്മാരുടെയും ജയന്തി കൊണ്ടാടുമ്പോൾ നേതാക്കളുടെ നേതാവായ നബിയുടെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ? അപ്പൊ തെളിവ് ശൈഖത്ത ജയന്തി, നാനാക്ക് ജയന്തി, നെഹ്റു ജയന്തി, ഗാന്ധി ജയന്തി, അപ്പൊ പിന്നെ മുഹമ്മദ് നബി ജയന്തി വേണ്ടേ? കേട്ടില്ല നിങ്ങൾ? ഇങ്ങനെ എല്ലാവരും ജയന്തി കൊണ്ട് ആടുന്നു, അതുപോലെ നമ്മുടെ നേതാവിന്റെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ? ഇതാണ് ഇവരുടെ തെളിവ്. ഇതിനു വേണ്ടിയാണ് തോരണങ്ങൾ അണിയിക്കുന്നത്, പള്ളിക്ക് പെയിന്റടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നത് നിൽക്കണം നിങ്ങൾ. സഹോദരന്മാരെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരംഭ റസൂലിന്റെ മൗലിദ് കഴിക്കാനും മൗലിദ് ഓതാനുമുള്ള തെളിവ് ആരെങ്കിലും ജയന്തി നടത്തുന്നുണ്ടോ എന്നതല്ല, പരിശുദ്ധ ഖുർആനാണ്, ഹദീസുകളാണ്, പൂർവീക മുസ്ലിമീങ്ങളുടെ നിലപാടുകളാണ്. അത് വിവരമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞോട്ടെ സഹോദരന്മാരെ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അവരെഴുതിയ പ്രസിദ്ധീകരണമാണ് എന്റെ കയ്യിൽ. അവരുടെ പ്രാചീന നേതാക്കൾ, സ്ഥാപക നേതാക്കൾ എഴുതിയ പ്രാചീന പ്രസിദ്ധീകരണം. ഇതിന്റെ പേരെന്താണ്? അൽ മുർഷിദ്. KM മൗലവിയും അതുപോലെ തന്നെ EK മൗലവിയും ഒക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള, അവരുടെ പത്രാധിപത്യത്തിൽ വന്നിട്ടുള്ള അൽ മുർഷിദ് മാസിക 1937 ഇറങ്ങിയ അൽ മുർഷിദ് മാസികയിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ. എന്താണ് പറയുന്നത്? അൽ മൗലിദുൻ നബവിയ്യു. എന്നിട്ട് പറയുന്നു, റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു, അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു, നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയം വികസിക്കുന്നു, ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു, ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വന്നു വരുന്നതുകൊണ്ട്. ഇത് പറയുന്നത് ആരാ? മുജാഹിദുകളുടെ സ്ഥാപക നേതാക്കളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? റബീഉൽ അവ്വൽ മാസം വരുമ്പോഴേക്ക് ആനന്ദിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്, സന്തോഷം കൊണ്ട് ചാഞ്ചാടുകയാണ്, അവരുടെ ഹൃദയം വികസിക്കുന്നു, ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു. അവർ ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ലാതെ തുള്ളിച്ചാടുകയാണ് എന്നാ പഴയ മുജാഹിദ് പറയുന്നത്. ഇന്നത്തെ മുജാഹിദുകളോ സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസം വരുമ്പോഴേക്ക് അവരുടെ മുഖത്ത് അട്ടടമോത്ത് ഉപ്പ് വെച്ചതുപോലെയാണ്, ഒറ്റൊന്നിനൊരു തെളിച്ചുണ്ടാവൂല. നോക്കൂ നിങ്ങൾ, എന്താണ്? ഒന്നുമില്ല, അള്ളാന്റെ റസൂലിന്റെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലുമല്ലോ എന്ന് കരുതിയിട്ട് കഴിഞ്ഞില്ല. എന്നിട്ട് ഈ ലേഖനത്തിൽ പറയുന്നു, വളരെ വിശാലമായ ലേഖനമാണ്, ഞാൻ ചുരുക്കി പറയട്ടെ. ഇതിൽ പറയുന്നു, ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു.
സക്കരിയ സലാഹി അയാളെ കൊണ്ടുവന്ന മുജാഹിദുകളെ നിങ്ങൾ ചിന്തിക്കണം. ഇത് KM മൗലവിയാണ് എഴുതി വച്ചിട്ടുള്ളത്, EK മൗലവിയാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്, നിഷേധിക്കാൻ കഴിയില്ല. എന്നിട്ട് പറയുന്നത് എന്താ? ലോകം മുഴുവനും കൊണ്ടാടുന്നു, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. വഹാബികളെ, നിങ്ങളിത് കൊണ്ടാടണമെന്ന നേതാക്കളെ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. എന്നിട്ട് അയാൾ പറയുന്നു, ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്, തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. സഹോദരന്മാരെ, എന്നിട്ട് അൽ മുർഷിദ് മുജാഹിദിന്റെ പത്രമാണ്, അത് എഴുതുകയാണ്, ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്, തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് ഉണ്ടാക്കാൻ കഴിയും മൗലിദ് കൊണ്ട്. എന്നിട്ട് പറയുന്നത് എന്താ? മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ്, ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. ഏത്? മൗലിദിന്റെ മജ്ലിസ് ബിദ്അത്താണ്, നരകത്തിലേക്ക് പോകുന്നല്ല. പിന്നെയോ ഈ മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ്, ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽഹബീബിൽ അറബി എന്നുരുവിടുന്ന മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. അപ്പൊ അതിൽ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്ത മുജാഹിദുകളെ, നിങ്ങൾ മഹാനിർഭാഗ്യവാന്മാരാകുന്നു. ആരാത് പറയുന്നത്? KM മൗലവിയാണ്, EK മൗലവിയാണ്. സംശയമുള്ള മുജാഹിദുകൾ ഉണ്ടെങ്കിൽ വല്ല പൊന്തക്കാട്ടിലും ഒളിച്ചിരിക്കണ്ട, ധൈര്യമായി കടന്നുവരാം, ചോദിക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം, എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകാം. നിങ്ങളുടെ പരിപാടിയിൽ ഈ സൗകര്യം ഉണ്ടാവൂല. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്. ഞങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ കളവുണ്ടോ, തെറ്റുണ്ടോ, സംശയമുണ്ടോ, ആർക്കും കടന്നുവരാം, ചോദിക്കാം, ഉറപ്പുവരുത്താം. സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറയുന്നത്, ചുമരുകള് അലങ്കരിക്കലും കൊടിതോരണങ്ങൾ വെക്കലും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടലും ആദ്യം നടത്തിയതും നടത്താൻ പറഞ്ഞതും മുജാഹിദുകളുടെ നേതാക്കളാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഈ മൗലിദാഘോഷം നടത്തേണ്ടതാണ് എന്ന് പഴയകാലത്തെ മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ എന്നാണ് ഇത് ശിർക്കാണ്, ഇത് കുഫറാണ്, ഇത് അനാചാരമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ മുജാഹിദുകളുടെ ആഫീസിലേക്ക് ജിബ്രീൽ വന്നത് എന്ന കാര്യം മുജാഹിദുകളാണ് വിശദീകരിക്കേണ്ടത്. അന്നൊക്കെ ഇത് തൗഹീദായിരുന്നു, അന്നൊക്കെ ഇത് പുണ്യകർമ്മമായിരുന്നു. എന്റെ കയ്യിൽ അവരുടെ അൽ ഇർഷാദ് മാസികയുണ്ട്. മുജാഹിദുകൾ റബീഉൽ അവ്വൽ 12 ജന്മദിനാഘോഷ റസൂലുള്ളാഹിന്റെ മൗലിദ് നടത്തുകയും അതിൽ ചീരടി കൊടുക്കുകയും ചെയ്ത, അന്നദാനം കൊടുക്കുകയും ചെയ്ത കഥ ഇതാ അൽ ഇർഷാദ് എന്ന് പറയുന്ന മുജാഹിദുകളുടെ പത്രമായിരുന്ന EK മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള ഈ പത്രത്തിൽ, അറബി മലയാള പത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സമയദാരിദ്ര്യം പറയുന്നത് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ പഴയ കാലത്ത് ഇവരിതൊക്കെ ആഘോഷിച്ചവരാണ്. പിന്നെ എന്നാണ് ഇത് ശിർക്കും കുഫറുമായി പുതിയ സിദ്ധാന്തം അവതരിച്ചത് എന്ന് അറിയാൻ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് താൽപര്യമുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ.